ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തേതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, മുഴുവനായിട്ടും കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു കാഴ്ചയായിരിക്കും ഇത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. ഓക്കെ, പോകാം വീഡിയോയിലേക്ക്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് മരം കൊണ്ട് ഒരു ബൗൾ ഉണ്ടാക്കുന്നതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജാണ്. കണ്ടില്ലേ, ബൗൾ ഉണ്ടാക്കിയിട്ട് സീൽഡ് അടിച്ചിട്ടുള്ളൊരു വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വെങ്ങോലക്കാരൻ മനോജേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ക്രാഫ്റ്റാണിത്. കണ്ട, മഹാഗണി മരത്തിലാണ് ഇത് ഈ ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല ക്യൂട്ടല്ലേ. മഹാഗണി മരത്തിൻ്റെ ഒരു കടക്കഷ്ണമാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടോ, കഷ്ടപ്പെട്ട മുറിക്കുന്നത്. ഹാൻഡ് കട്ടറിനത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് വശത്ത് ഹാൻഡ് കട്ടറിനൊന്ന് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ നിൽക്കുന്ന ഭാഗം കൈവാളിന് അറുത്ത് വളരെ കഷ്ടപ്പെട്ടാണ് അത് അറുത്ത് പീസായിട്ടുള്ളത്. കണ്ടോ, ഇതാ ഈ ഒരു പീസാണ് നിങ്ങൾ ആദ്യം കണ്ട ബൗളായിട്ട് മാറിയിട്ടുള്ളത്. ഒരുപാട് റീച്ചുള്ള ഫോറിനേഴ്സിൻ്റെ ചാനലുകളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഇത്തരം വീഡിയോകൾ കണ്ടിട്ടുണ്ടാവുക. നമ്മുടെ നാട്ടിലും ഇത്തരം കഴിവുകളൊക്കെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. അവരുടെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന പ്രചാരം കൊടുക്കേണ്ടുന്ന ചുമതലയും നമുക്ക് തന്നെയാണ്. അവരെ നന്നായിട്ട് നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇത്തരം സ്പെഷ്യൽ ക്രാഫ്റ്റുകളും കൈത്തൊഴിലും ഒക്കെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയാനുള്ള പ്രധാന കാരണം, ഈ വർക്കുകളൊക്കെ അന്യം നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇതൊക്കെ നമ്മളൊന്ന് ആഗ്രഹിക്കുന്ന പക്ഷം, ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്ന പക്ഷം വലിയ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് അവർ പറയുന്ന വിലയ്ക്ക് ഓൺലൈനിലൊക്കെ നമുക്ക് വാങ്ങേണ്ടുന്നൊരവസ്ഥ വന്നു ചേരും. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തുണ്ടായ പ്രളയകാലത്തും ഉരുൾക്കെടുതിയിലുമൊക്കെ നമ്മളോട് ചേർന്ന് നിൽക്കാൻ ഓൺലൈൻ വിൽപ്പനക്കാരായി ഉണ്ടായിരുന്നില്ല. അത്ര കോർപ്പറേറ്റുകളൊന്നും ആയിരുന്നില്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെയായിരുന്നു നമുക്കൊപ്പം. ഒരു ജനറൽ സെൻസിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഇത്രയും വാചകം അടിച്ച നേരത്തിന് ബൗളിൻ്റെ ബേസ് അടിഭാഗം മനോജേട്ടനത് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ അടിഭാഗത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ലെയ്ത്തിൽ ചെയ്യുന്ന ഏത് തരത്തിലുള്ള വുഡ് വർക്കുകൾക്ക് നിങ്ങൾക്ക് മനോജേട്ടനെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ, ഞാൻ ഗ്യാരണ്ടി. നമ്പർ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്, ഒപ്പം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഉണ്ടാവും. ആവശ്യമുള്ളവർക്ക് നമ്പർ എടുത്ത് വിളിച്ച് അദ്ദേഹത്തിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ബൗളിൻ്റെ അടിഭാഗത്തെ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് ആ പീസ് തിരിച്ച് ലൈത്തിൽ സെറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലെ പോർഷനില്ല കുഴിച്ചെടുക്കുന്ന പോർഷൻ അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കൈത്തൊഴിൽ മേഖലയ്ക്ക് ഒരു പിന്തുണ എല്ലാ അർത്ഥത്തിലും ആവശ്യമായിട്ടുള്ള സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ സമൂഹത്തിന് ഹിതകരമല്ലാത്ത തരത്തിലുള്ള ഓർഗനൈസ്ഡ് സെറ്റപ്പുകൾ വ്യാപകമായിട്ടുണ്ട് കേരളത്തിൽ. ഒറ്റനോട്ടത്തിൽ നല്ലതാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അൺസ്കിൽഡോ സെമി സ്കിൽഡോ ആയിട്ടുള്ള കുറച്ച് തൊഴിലാളികളെ സൃഷ്ടിക്കുന്ന സ്ഥലങ്ങളായി മാറിയിട്ടുണ്ട് ഇവയെല്ലാം. വിപണിയിൽ ആവശ്യക്കാരും അവസരങ്ങളും ഉണ്ടെങ്കിലേ ഇത്തരം കൈത്തൊഴിൽ സേവനങ്ങൾ മിതമായ നിരക്കിൽ തരുന്ന ആളുകൾ രംഗത്തുണ്ടാവും. അല്ലാത്ത പക്ഷം നിലവാരവും ഈടും കുറഞ്ഞ വസ്തുക്കൾ കൂടിയ വില കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ വിപണി വന്നെത്തും. ഉയർന്ന മൂല്യമുള്ള പാരമ്പര്യ തൊഴിൽ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കണ്ടോ, നമ്മൾ ഇത്രയും നാട്ടുകാരും പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് മനോജേട്ടൻ ബൗളിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെപ്തിൻ്റെ അവസാന മിനുക്കുപണിയിലാണ് അദ്ദേഹം. കണ്ടില്ലേ, ഡെപ്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പേപ്പർ ഇട്ട് മിനുക്കി വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. കാഴ്ചയ്ക്ക് ഈ നമ്മൾ ലെയ്ത്ത് കിടന്ന് കറങ്ങുന്ന കാണുമ്പോൾ വളരെ നിസ്സാരമാണെന്ന് തോന്നിക്കുമെങ്കിലും ഹൈ റിസ്ക്കുള്ള വർക്കാണ്. വളരെയധികം ശ്രദ്ധയും ഒപ്പം ക്ഷമയും വേണ്ടുന്നൊരു വർക്കാണ്. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടോ, മനോജേട്ടൻ മുമ്പ് ചെയ്തിട്ടുള്ള വർക്കുകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ആ ബൗളും ചേർത്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് ആഷ് കൊണ്ടാണ് ചെറിയ ബൗൾസൊക്കെ ചെയ്തിട്ടുള്ളത്, ഇല്ല വൈറ്റ് കളറിലെ. പിന്നെ അടപ്പുള്ള പാത്രം തേക്കിൻ്റെയാണ്. ഇപ്പോൾ ചെയ്തിട്ടുള്ളത് മഹാഗണി. കണ്ടോ, വളരെ ക്യൂട്ടായിട്ടുള്ള വർക്കാണ്. എന്തായാലും വീഡിയോ
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ചെറിയ ചാനലിന് കട്ട സപ്പോർട്ടുമായിട്ട് എല്ലാവരും ചാനലിൽ തന്നെ തുടരുക. കൂടുതൽ വെറൈറ്റി വീഡിയോകളുമായിട്ട് എത്താം. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.